യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ കരുണയുള്ള നല്ല പിതാവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പാപകരമായ ജീവിതം നയിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയാകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പൂർവ്വികരുടെ മേൽ കരുണയാകണമേ. യേശുവേ, അങ്ങയുടെ തിരുനാമത്തെ വിളിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സ്വർഗത്തിൽ നിന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കണമേ. ഇന്ന് നമുക്ക് വേണ്ടി വചനം നൽകി പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്രഹാം കടിയക്കുഴിയച്ചനാണ്. കിങ് ജീസസ് മിനിസ്ട്രിയുടെ ആത്മീയ പിതാവായ അച്ഛനിന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാൻ ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫലപ്രദമായ ദിവ്യബലി അർപ്പണത്തിന് ഉതകുന്ന ഏതാനും നല്ല ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഒന്ന് ചേർന്ന് യാത്ര തിരിക്കുകയാണ്. ദൈവസ്നേഹത്തെ പ്രതി ഞാൻ ഏറ്റെടുക്കുന്ന ക്ഷമ, അതാണ് കുർബാനയുടെ ബലിപീഠത്തിലെ വിറക് എങ്കിൽ അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ ബലിയുടെ മധ്യേ ഈ കുർബാനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കുർബാനയ്ക്ക് ബലിപീഠം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ബലിപീഠത്തിൽ വിറകെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഉപദേശം നൽകാറുണ്ട്. ഒരിക്കൽ എന്നെ ഒരു സഹോദരൻ ടെലഫോണിൽ വിളിച്ച് പ്രകാരം പറഞ്ഞച്ചാ, ഞങ്ങളുടെ ഭവനത്തിൽ വലിയൊരു കലാപം ഉണ്ടാകേണ്ടതായിരുന്നു, അതൊഴിവായി. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യ എൻ്റെ അമ്മയുമായിട്ട് ഒരു മാസമായിട്ട് പിണക്കത്തിലാണ്. അവർ വർത്തമാനമൊന്നും പറയില്ല, പിണക്കത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പ്രഭാതത്തിൽ എൻ്റെ അമ്മ അടുക്കളയിൽ ദോശ, പ്രഭാത ഭക്ഷണത്തിനുള്ള ദോശ ശരിയാക്കുന്ന ആ സമയം എൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അടുക്കളയിലേക്ക് ചെന്ന് എന്തോ കാര്യത്തിന് ചിത്താന്തമോ വഴക്കോ ഉണ്ടാക്കി. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ ആ ചട്ടുകമെടുത്ത്, ആ ചൂടുള്ള ചട്ടുകമെടുത്ത് കുഞ്ഞിൻ്റെ പുറത്തേക്ക് വെക്കുകയും ചെയ്തു. കുഞ്ഞ് വാവിട്ട് കാറി. ഇത് കണ്ടുകൊണ്ടാണ് ഭാര്യ അടുക്കളയിലേക്ക് ചെല്ലുന്നത്. ഭാര്യ കുഞ്ഞിനെ എടുത്ത് കാറിക്കൊണ്ട് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് വന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, അമ്മ ചട്ടുകം വെച്ച് കുഞ്ഞിനെ പൊള്ളിച്ചു, വലിയ വായിലെ കാറുകയാണ്. എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ കലാപത്തിന് തുടക്കമാണ്. അപ്പോഴാണ് അച്ഛന്
കുർബാനയുടെ കാഴ്ചവസ്തു അത് വിറക്, ബലിപീഠത്തിൽ വിറക്, ഇതിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, അവളോട് പറഞ്ഞു, നീ കരയരുത്, നീ കരയാതെ ഇത് നമ്മുടെ കുർബാനയ്ക്ക് ഒരു കാഴ്ചവസ്തുവായിട്ട് ഈ സഹനം സ്വീകരിക്കണം. വീണ്ടും അവർ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ കരഞ്ഞേച്ചും സമർപ്പിച്ചാൽ അത് എച്ചിലാണ്, നീ കരയരുത്. ആ ഭാര്യ അത് കേട്ടു, കണ്ണുനീർ വാർത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ആ സഹോദരൻ പറയുകയാണ്, അടുത്ത കുർബാനയ്ക്ക് അത് കാഴ്ചവസ്തുവായിട്ട് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കേട്ടപ്പോൾ സന്തോഷം തോന്നി. പ്രായോഗികതയുണ്ട്, പറയുന്ന കാര്യത്തിന് വളരെ പ്രായോഗികതയുണ്ട് എന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവർ കുർബാനയിൽ വന്ന ശേഷം എന്നോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഇനി വേറൊരു അനുഭവം പറയാം. ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഒരു കട നടത്തുന്ന മനുഷ്യനാണ്. 4 മണിയായപ്പോൾ ഭാര്യയെ വിളിച്ച് കടയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട്. ഭർത്താവ് അതനുസരിച്ച് കടയൊക്കെ അടിച്ചു വന്നു. അവർ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 11 മണി കഴിഞ്ഞു. അപ്പോഴാണ് പച്ചമീൻ മേടിക്കുന്ന കാര്യം ഭാര്യ പറയുന്നത്. അതിനൊരു സ്ഥലത്ത് നിർത്തി, വണ്ടി നിർത്തി. പച്ചമീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, നിങ്ങളും കൂടെ വരണം. എന്നാൽ അങ്ങനെ ആട്ടെ എന്ന് കരുതി കാറ് അതിൻ്റെ ഡോർ അടച്ച് പച്ചമീനും മേടിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് കീ അതിൻ്റെ അകത്താണ്. നിങ്ങൾക്കറിയാം, ചില കാറിന് പ്രത്യേകതയുണ്ട്. കീ എടുക്കാതെ ഡോർ അടച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാർ ലോക്കായി തീരും. പ്രിയപ്പെട്ടവരെ, സമയം ഏതാണ്ട് 11 അടുത്തു. ഏതായാലും വീടിൻ്റെ താക്കോല് ഭാര്യയുടെ ബാഗിലുണ്ടായിരുന്നു. പിന്നീട് അവർ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ ചെന്ന് വീട് തുറന്ന് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവന്ന് കാറ് തുറന്ന് കാറുമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ വെളുപ്പിന് 2 മണി. ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ ആ ഭർത്താവ് പറയുകയാണ്, ഞാൻ അപ്പോൾ തന്നെ അത് കുർബാനയുടെ ബലിവസ്തുവായി വിറകായി ഞാൻ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹ പൂമഴയായി തീരും അങ്ങനെയുള്ള ബലികൾ. അവിടെ ഏശയ്യ 29:2 പറയുന്ന പോലെ, നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠമായി തീരും, വചനം അവിടെ നിറവേറും. ഇനിയും വേറൊരു സംഭവം പറയാം. സജ്ജയ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അനുഭവമാണ്. ഭാര്യയ്ക്ക് ശകലം ദേഷ്യം ഉള്ള ആളാണ്. ഒരിക്കൽ എന്തോ ദേഷ്യം വന്നു. വീട്ടിലിരുന്ന ടൈം പീസ് വലിച്ചൊരു ടീർ വെച്ച് കൊടുത്തു ഭാര്യ. 2ാം നിലയിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. സജ്ജയ് താഴെ ചെന്ന് വളരെ ശാന്തമായിട്ട് ആ ടൈം പീസ്, അതിൻ്റെ ബാറ്ററിയൊക്കെ തെറിച്ചു പോയി, അതിലായിട്ട് റിപ്പയർ ചെയ്ത് മുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇതിപ്പോഴും ഓടുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. ആ ഭാര്യ പറയുകയാണ്, ഞാൻ വാസ്തവത്തിൽ 0 ആയിപ്പോയ ഒരു രംഗമാണിത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇത്രയോ ഒരു ക്ഷമയുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ് ഉണ്ടായത്. ഞാൻ സജ്ജയോട് ചോദിച്ചു, സജ്ജ ഇതെങ്ങനെ അഭിമുഖീകരിച്ചു? അച്ഛാ, ആ നിമിഷം തന്നെ കുർബാനയ്ക്കൊരു വലിയ വിറകുമുട്ടി ഞാൻ സമർപ്പിച്ചു. കാരണം എൻ്റെ ബലിപീഠത്തിൽ അത്രയും അഗ്നി ജ്വലിക്കുമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഉന്നതമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ബലിപീഠത്തിൽ വിറകെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബലിപീഠത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരും. കുർബാനയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അങ്ങയുടെ ദാസന്മാരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള ബലി പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ എന്ന് പറയുമ്പോൾ ആ ബലിപീഠത്തിൽ മാത്രമല്ല അഗ്നി, പിന്നെയോ ആ ബലിപീഠത്തിൽ നിന്നും അഗ്നി പകരുകയാണ്. ഓരോ ദൈവമക്കളുടെ ബലിപീഠത്തിലേക്കും പകർന്നിട്ട് ആ വിറകിൽ അവിടെ വലിയ അഗ്നിയുടെ അഭിഷേകം, ദിവ്യ
ദിവ്യകാരുണ്യ അഗ്നിയുടെ അഭിഷേകം അവിടെ നടക്കുകയാണ്. അപ്രകാരം ബലിയർപ്പിക്കുന്ന ഭക്തരെയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കും ആ നിലയിലേക്ക് ഉയരാം. എത്രയോ വിറകുകൾ നമ്മൾ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ബലിയും ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ വിറക് ശേഖരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. മലാക്കി 1:11 പറയുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം എല്ലാ ജനതകളുടെ ഇടയിലും മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ബഹുമാന്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അനുദിനം ബലിയർപ്പണത്തിന് വിറക് ശേഖരിക്കുക ഒരു ശൈലിയാക്കി മാറ്റിയാൽ ജീവിതത്തിന് ഒരു പുതിയ ഒരു മേഖല, ഒരു സന്തോഷത്തിൻ്റെ മേഖല, അനുഗ്രഹത്തിൻ്റെ മേഖല, പുണ്യത്തിൻ്റെ മേഖല നമുക്ക് തുറക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായി വിറക് ആയിട്ട് ഒരുക്കിയ ഒരു ദൈവവൈതലിൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ജോയി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പശുവിന് പുല്ല് പറിക്കാനായിട്ട് പോയ അവസരത്തിൽ വാക്കുത്തി, നല്ല മൂർച്ചയുള്ള വാക്കുത്തിയായിരുന്നു, കൈ മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു, നരമ്പ് മുറിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ സ്റ്റിച്ച് ഇടേണ്ടതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു സാരമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ തിരികെ പോന്നു. ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത്. തിരികെ പോന്നു. 2 ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൈക്ക് നീർക്കെട്ടായി. പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. മരിക്കുവാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു, പക്ഷേ കൈ മരിച്ചില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷൻ, ഭയങ്കര വേദന. ആ ജോയി പറയുകയാണ്, ആ സമയത്ത് ഞാൻ 72 വിശ്വാസ പ്രമാണം ചൊല്ലി ആ സഹനം മുഴുവൻ കുർബാനയുടെ കാഴ്ചവസ്തുവായി വിറകായി ഞാൻ കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇതുപോലെ പ്രവർത്തിക്കുന്ന അൽമേനികൾ ദൈവമക്കളുണ്ടല്ലോ എന്ന് ഓർത്ത്. ഞാൻ ജോയിയെ കാണാൻ ചെന്നപ്പോൾ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഇതുപോലെ പുല്ല് പറിക്കാൻ പോയി വാക്കുത്തി കൊണ്ട് കൈ മുറിഞ്ഞ് കിടക്കുന്ന വേറൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, അച്ഛാ മടുത്തു ഈ മനുഷ്യനെ കൊണ്ട്, ചിത്താന്തമാണ്. ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയും, ചൂടുവെള്ളം കൊണ്ടുവരുമ്പോൾ പച്ചവെള്ളം കൊണ്ടുവരാൻ പറയും, പച്ചവെള്ളം കൊണ്ടുവരുമ്പോൾ ജീരവെള്ളം കൊണ്ടുവരാൻ പറയും, ജീരവെള്ളം കൊണ്ടുവരുമ്പോൾ ഉലുവെള്ളം കൊണ്ടുവരാൻ പറയും, ഉലുവെള്ളം കൊണ്ടുവരുമ്പോൾ മഞ്ഞളിൻ്റെ വെള്ളം കൊണ്ടുവരാൻ പറയും. മടുത്തു. 2 പേരും ഒരേ സഹനം തന്നെ. ഒരാൾ കുർബാനയ്ക്ക് അത് വിറകാക്കി മാറ്റി, ഒരാളോ അത് മുഴുവൻ വൃഥാവിൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ, നമ്മളും ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, ഒരു വിറകെങ്കിലും, ഒരു ചെറിയ വിറകെങ്കിലും ബലിക്ക് അർപ്പിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ബലി കർത്താവിന് വളരെ സ്വീകാര്യം തന്നെയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ബലിവേദിയിൽ വിറകൊരുക്കിയ അഗസ്റ്റിൻ്റെ അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സുഹൃത്തായ അഗസ്റ്റിൻ, അദ്ദേഹം ഈജിപ്തിൽ എൻജിനീയറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന അവസരത്തിൽ ചെറുകുടലിൽ ക്യാൻസർ ബാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പിന്നീട് ഒരു ധ്യാനത്തിലേക്കൊക്കെ കടന്നു വന്നു. അദ്ദേഹം പറയുകയാണ്, ജോലി ഉണ്ടായിരുന്ന അവസരത്തിൽ ഞാൻ വല്ലപ്പോഴുമേ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ. പള്ളിയിൽ പോയാൽ തന്നെ ഓഫീസിലെ ഫയലും കാര്യവുമാണ് എൻ്റെ തലയിൽ. കുർബാന അർപ്പണമൊന്നുമല്ല, ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒന്ന് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ രോഗത്തിൻ്റെ ഫലമായിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ആത്മീയതയിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അദ്ദേഹം കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരു ശൈലിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു കുർബാനയുടെ തുടക്കം മുതൽ കുർബാനയിൽ പങ്കെടുക്കണം. എന്നാൽ ഭാര്യ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ പലപ്പോഴും താമസിച്ചേ വരികയുള്ളൂ. അതുകൊണ്ട് കുർബാനയുടെ ആദ്യത്തെ ഭാഗമൊക്കെ പലപ്പോഴും സംബന്ധിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ അഗസ്റ്റിൻ അരിശമായിരുന്നു. അദ്ദേഹം രാവിലെ കൃത്യസമയത്ത് തന്നെ കാറിൽ വന്നിരിക്കും, ഭാര്യയെ കാത്തിരിക്കുകയാണ്. ഭാര്യ ഒരുങ്ങിപ്പിടിച്ച് താമസിച്ച് വരുമ്പോഴത്തേന് അപ്പോൾ തന്നെ മനസ്സിൽ വെറുപ്പും അതുപോലെ തന്നെ വിഷമം ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് അനുചിതമായ ഉചിതമല്ലാത്ത വാക്കുകൾ ഭാര്യയുടെ നേരെ പറയും. ഭാര്യയും കുറച്ച് കേട്ട് കഴിയുമ്പോൾ കാറിൽ നിന്ന് തിരിച്ചു പറയും. അങ്ങനെ പരസ്പരം വഴക്കടിച്ച് അങ്ങനെ കുർബാനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ കുർബാന തുടങ്ങിയിട്ടുണ്ട്. നിൻ്റെ ഒറ്റ കുറ്റം കൊണ്ടാണ്, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു നേരത്തെ വരാനായിട്ട്. അങ്ങനെ ശകാരിച്ച് പിന്നെ പള്ളിയിലേക്ക് കയറി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അഗസ്റ്റിൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ സങ്കടവും വിഷവും എല്ലാം കുർബാനയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിവ്യബലി അർപ്പണം. എന്നാൽ ഒരിക്കൽ കുർബാനയ്ക്ക് വിറകെടുക്കുന്ന കാര്യത്തെക്കുറിച്ച്
ഞാൻ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ കുർബാനയ്ക്ക് രാവിലെ പോകുന്നതിന് വേണ്ടി കാറയിൽ വന്നിരിക്കും. പതിവ് പോലെ ഭാര്യ താമസിച്ചേ വരുള്ളൂ. ആ വിഷമം മുഴുവൻ ഞാൻ കുർബാനയുടെ വിറകായിട്ട് ഞാൻ കർത്താവിനെ സമർപ്പിച്ചു ക്ഷമയോടെ. അതിനുശേഷം ഒന്നും മിണ്ടാതെ കാർ ഓടിച്ച് പോകുമ്പോൾ ഭാര്യ പറയും, എല്ലാ പ്രാവശ്യവും നിങ്ങൾ അതും ഇതും പറയുന്നല്ലേ, ഇപ്പോഴെന്നാ ഒന്നും മിണ്ടാത്തത്, വായിലെന്നാ എന്ത് പറ്റി, വായിക്ക് എന്തെങ്കിലും പറ്റിയോ, അസുഖമാണോ? അന്നേരവും ഞാൻ ആ വിഷമം കുർബാനയുടെ വിറകായിട്ട് ഞാൻ സമർപ്പിക്കും. കാറിൽ നിന്നിറങ്ങി പള്ളിയിലോട്ട് പോകുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കുത്തുവാക്ക് അവൾ പറയും. ഞാൻ അതും ക്ഷമയോടുകൂടി ഒന്നും പ്രതികരിക്കാതെ കുർബാനയുടെ വിറകായിട്ട് സമർപ്പിക്കും. അത് എൻ്റെ ജീവിതത്തിൽ കുർബാന അർപ്പണം ഫലപ്രദമായി അർപ്പിക്കുവാനായിട്ട് എന്നെ വളരെയേറെ സഹായിച്ചു. അതിനുശേഷം ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ പറയുകയാണ്, 6 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. ഭാര്യ കൃത്യസമയത്ത് വരാൻ തുടങ്ങി, ബലിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എന്നെക്കാട്ടിലും വളരെ ആത്മീയതയിൽ വളരെ മുൻപന്തിയിലേക്ക് ആ ഭാര്യ വളരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചെറിയ കുറ്റങ്ങൾ കാണുമ്പോൾ ഇനി ആ കുറ്റം തെറ്റാവർത്തിക്കരുതെന്ന ചിന്തയോടുകൂടി ശക്തമായി ശകാരിക്കുകയും അതുപോലെ തന്നെ ഉചിതമല്ലാത്ത വാക്കുകൾ നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അവിടെ വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ കുറവാണ് സംഭവിക്കുന്നത്. എന്നാൽ ക്ഷമയോടുകൂടി അതിനെ കാണുകയും ദൈവം അനുവദിച്ച അനുവദനീയ സഹനങ്ങൾ ആണെന്നുള്ള ചിന്തയോടുകൂടി, ചിലപ്പോൾ ഞാൻ പാപം ചെയ്തപ്പോൾ ഞാൻ തമ്പുരാനെ വേദനിച്ചപ്പോൾ തമ്പുരാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, അതിന് പകരമായി ഇപ്പോൾ ഈ സഹോദരനിൽ നീ വേദന വന്നിരിക്കുന്നുള്ള ചിന്തയോടുകൂടി അതിനെ ദൈവിക ഭാവത്തോടുകൂടി ഒന്ന് കണ്ട് കുർബാനയ്ക്ക് വിറകായിട്ട് സമർപ്പിച്ചാൽ അത് അനുഗ്രഹ പൂമഴയായി മാറും. ദിവ്യകാരുണ്യ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകമായി. എസെക്കിയേൽ 5:4 ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അവിടെ നിന്നൊരു അഗ്നി പുറപ്പെട്ട് എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിച്ചു എന്നുള്ള തിരുവെഴുത്ത് അത് നമ്മളെ സംബന്ധിച്ച് പൂർത്തീകരിക്കുകയും ചെയ്യും. കുർബാനയുടെ കാഴ്ചവസ്തുവായി വിറകെടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് കുർബാനയ്ക്ക് വരുമ്പോൾ നിർബന്ധമുള്ളൊരു കാര്യമാണ്, കുർബാനയുടെ സമയത്ത് അൾത്താരയിൽ എല്ലാ കാര്യങ്ങളും നല്ല സജ്ജീകൃതമായിരിക്കണം. കാസ, പീലാസ, വീഞ്ഞ്, അപ്പം, അതിനെ കൈ തുടയ്ക്കുവാനുള്ള തുണി, തിരി, ഇതെല്ലാം ഭംഗിയായിട്ടിരിക്കണം. ഒരിക്കൽ ഞാൻ കുർബാനയ്ക്ക് വരികയാണ്. അപ്പോഴാണ് കുർബാനയുടെ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന സ്പ്രിങ്ങുള്ള തിരി, ഇപ്പോൾ സ്പ്രിങ്ങുള്ള തിരിയില്ല, പണ്ട് സ്പ്രിങ്ങുള്ള തിരിയാണ്. ആ സ്പ്രിങ്ങിൻ്റെ അടിയിൽ ഒരു ഉണ്ടയുണ്ട്, എന്നിട്ടാണ് സ്പ്രിങ് വലിച്ചിടുന്നത്. ഞാൻ ഇങ്ങോട്ട് വരികയും എവിടെയോ ആ സ്പ്രിങ് ഒന്ന് തെറ്റിപ്പോയി ആ ഉണ്ട നേരെ മുകളിലോട്ട് പോയിട്ട് എൻ്റെ കൃത്യം എൻ്റെ തലയിൽ കണ്ണിക്കൂടെ പൊന്നീച്ച പറന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുർബാനയുടെ കാഴ്ചവസ്തുവായിട്ട് ആ ഉണ്ട അങ്ങ് സമർപ്പിച്ചു. എന്നെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു, തലയിലോട്ടൊരു ഉണ്ട ഇട്ട് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത കാലഘട്ടങ്ങളിൽ ഒരു ഇടവകയിൽ ഒരു ദേവാലയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവനെല്ലാ കാര്യത്തിനും ഒരു ആക്യുറസി ഇല്ലാത്ത ആളായിരുന്നു. എല്ലാം മറവിയാണ്, എപ്പോഴും മറവിയാണ്. ഇവൻ കുർബാനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി കുർബാനയ്ക്ക് കയറി കഴിയുമ്പോഴാണ് അറിയുന്നത് ചിലപ്പോൾ കാസയില്ല, ചിലപ്പോൾ പീലാസയില്ല, അല്ലെങ്കിൽ വീഞ്ഞില്ല, അല്ലെങ്കിൽ അപ്പമില്ല, കൈ കഴുകാനായിട്ടുള്ള വെള്ളം അവിടെ ഇല്ല, അല്ലെങ്കിൽ തുടയ്ക്കാനുള്ള തുണിയില്ല. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കുർബാന കഴിഞ്ഞ ശേഷം ദേവാലയ ശുശ്രൂഷയെ ശകാരിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് കാഴ്ചവസ്തു ഒരുക്കാനായിട്ട് തമ്പുരാൻ എനിക്ക് അനുവദിച്ച അനുവദനീയ സഹനങ്ങളാണ്. പിന്നീട് അങ്ങനെ ഉള്ള അപാകതകൾ വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാതെ വളരെ ക്ഷമയോടുകൂടി അവിടെ നിന്ന് ദേവാലയ ശുശ്രൂഷയോട് പറയും, കാസ കൊണ്ടുവരാൻ പറയും, അതല്ല എങ്കിൽ പീലാസ കൊണ്ടുവരാൻ പറയും, ചിലപ്പോൾ അപ്പമില്ലെങ്കിൽ അപ്പമെന്ന് പറയും. അങ്ങനെ ക്ഷമയോടുകൂടി ഞാൻ ആ തിരുവസ്തുക്കളെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. അവൻ അത് കൊണ്ടുവരും. അതിനുശേഷം അവനെയും എല്ലാം ഞാൻ കുർബാനയ്ക്ക് കാഴ്ചവസ്തുവായിട്ട് സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ആ സഹോദരൻ ദേവാലയ ശുശ്രൂഷയിൽ മാറ്റമുണ്ടായി. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ടുള്ള കൃപ ദൈവം ആ മകന് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ
റോമ 12:20 പറയുന്നത്, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടും, അനുഗ്രഹത്തിൻ്റെ തീക്കനൽ കൂട്ടും. നമ്മളെ വേദനിപ്പിച്ചവരെയും നമുക്ക് ഇറിറ്റേഷൻ നൽകിയവരെയും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയവരെയും ഒക്കെ കുർബാനയുടെ കാഴ്ചവസ്തുക്കളായി കല്ലുകളായി സമർപ്പിച്ച് ആ ബലിപീഠത്തിൽ അഗ്നി ജ്വലിപ്പിച്ചാൽ അതിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കും, യാതൊരു സംശയവുമില്ല. ബലിപീഠവും വിറകും എന്നതിൻ്റെ വിഷയത്തിനെക്കുറിച്ച് ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് പരിശ്രമിക്കൂ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഉത്സാഹിച്ചാൽ വിറകുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംസാരമായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം. ഇതൊക്കെ ക്ഷമയോടുകൂടി സാരമില്ല, ദൈവം എല്ലാം ക്രമീകരിക്കും. അതെ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒന്ന് ക്ഷമിക്കുമ്പോൾ തീർച്ചയായിട്ടും കുർബാനയ്ക്ക് ഒന്നാം തരം കാഴ്ചവസ്തു വിറക് നമ്മൾ ശേഖരിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതവും ബലിയുമായിട്ട് നാം ബന്ധിപ്പിക്കുകയുമാണ്. അങ്ങനെ ഒരു ദൈവവൈതൽ ഒരിക്കലും വഴിതെറ്റിപ്പോകുകയില്ല. അങ്ങനെയുള്ള ദൈവവൈതലിനെ കർത്താവ് കൈപിടിച്ച് നയിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ദൈവവൈതലിന് ദിവ്യകാരുണ്യ അഭിഷേകത്തിൽ, പരിശുദ്ധ കുർബാനയിൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ബലിപീഠത്തിൽ ദൈവം അനുവദിച്ച ചെറിയ ചെറിയ സഹനങ്ങളെ ദൈവസ്നേഹത്തെ പ്രതി ക്ഷമിച്ച് അത് കുർബാനയുടെ വിറകായിട്ട് സമർപ്പിച്ചാൽ എന്ത് ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിൻ്റെക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിനക്കുള്ളത്, നിൻ്റെ അവകാശം നീ കാത്തു സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ജനിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു കിരീടം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കിരീടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്ത് ഈ കിരീടത്തിൽ ഓരോ മുത്തുകൾ ചാർത്തണം. നീ കുർബാനയ്ക്ക് ബലിപീഠമുണ്ടാക്കി വിറകടുക്കി ആ ബലിപീഠത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് നീ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ആ കിരീടത്തിൽ നീ ഓരോ മുത്തുകൾ ചാർത്തുകയാണ്. നിൻ്റെ കാവൽ ദൂതൻ ഓരോ മുത്തുകൾ ചാർത്തുകയാണ്. അങ്ങനെയെങ്കിൽ നീ മരിച്ച് നിൻ്റെ ഭവനത്തിൽ വെച്ച് സഭ നിനക്ക് വേണ്ടി അവസാനത്തെ ഒരു ശുശ്രൂഷ നടത്തും. പുഷ്പമുടി അണിയിക്കൽ ശുശ്രൂഷ. ശമഞ്ഞത്തിലായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വൈദികൻ പുഷ്പമുടി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഒരു കിരീടധാരണം, പുഷ്പമുടി നിൻ്റെ ശിരസിൽ അണിയിച്ചുകൊണ്ട് ഒരു കിരീടധാരണം നടക്കുമ്പോൾ അതേ കിരീടധാരണം സ്വർഗത്തിൽ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. കാരണം നിനക്ക് വേണ്ടി സജ്ജമാക്കിയ ആ കിരീടം, അതിലെത്രമാത്രം മുത്തുകളുണ്ടോ ആ മുത്തുകളോടുകൂടി നീ ശോഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, അപ്പോൾ നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നീതി സൂര്യനെ പോലെ ശോഭിക്കും. എപ്പോൾ കിരീടത്തിൽ മുത്തുകളുണ്ടെങ്കിൽ ആ കിരീടം നഷ്ടപ്പെടുത്തി കളയരുതേ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ കിരീടം നഷ്ടപ്പെടുത്തി കളയുവാൻ സാത്താൻ കെണി ഒരുക്കുമ്പോൾ അത് അരിശം, ദേഷ്യം, വെറുപ്പ്, വാശി, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രതികാരം ചെയ്യാനുള്ള ചിന്തയോടുകൂടി നിൻ്റെ കിരീടം തട്ടിയെടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വെളിപ്പാട് 3:11 വചനം നീ ഓർക്കണമേ. നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിൻ്റെ അവകാശം നീ കാത്തു സൂക്ഷിക്കുക. വാസ്തവത്തിൽ നീ ബലിയർപ്പണത്തിന് കാഴ്ചവസ്തു ഒരുക്കുമ്പോൾ ഈ കിരീടത്തിൽ നിൻ്റെ കാവൽ ദൂതൻ മുത്തുകൾ ചാർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് 2:10 പറയുന്നു, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി ആ കിരീടം തരും, യാതൊരു സംശയവുമില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പുണ്യങ്ങൾ ചെയ്ത് ഫലപ്രദമായി ബലി അർപ്പിച്ച്
നമുക്ക് വേണ്ടി ഒരുക്കിയ കിരീടത്തിൽ മുത്തുകൾ ചാർത്തി നീതിസൂര്യനായ കർത്താവിൻ്റെ രാജ്യത്തിരിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അവർ സൂര്യനെ പോലെ ശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി പോലെ അവർ കത്തിപ്പടരും. ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായി ഇനി മുതലുള്ള ദിവ്യകാരുണ്യ അർപ്പണം ഒത്തിരി അഭിഷേകമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം അനുവദിച്ച അനുവദനീയ സഹനത്തെ കഴിവുള്ളിടത്തോളം കുർബാനയുടെ വിറകുകളായി ബലിപീഠത്തിൽ സമർപ്പിക്കാം. അവിടെ അഗ്നി ജ്വലിക്കുക തന്നെ ചെയ്യും. അച്ഛൻ്റെ നടുവ് ഡിസ്കിനെല്ലാം പ്രശ്നമായിരുന്നു. അച്ഛന് ഇന്നലെ തന്നെ സൗഖ്യം കിട്ടിയെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നത്. അച്ഛൻ അലഹബാദിൽ നിന്നാണ് വന്നതല്ലേ ധ്യാനത്തിന് വന്നത്. അച്ഛൻ കാലൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഒന്ന് കാണിക്കാമോ? അച്ഛൻ്റെ പേരെന്നാണോ? അനുമോദ്. എത്ര വർഷമായിട്ട് അച്ഛന് ഈ നടുവ് ഡിസ്കിനെല്ലാം പ്രയാസമുണ്ട്? 2000 ഞാനൊരു ബൈക്കിൽ നിന്ന് വീണ് അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട്, പക്ഷേ സ്ഥിരമായിട്ട് വലിയ പ്രശ്നമില്ല. കുറച്ച് കാലത്തിന് വേദന ഇച്ചിരി കുറഞ്ഞു നിൽക്കും, പിന്നീട് അത് തന്നെ. പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് തന്നെയാണ്, അച്ഛാ ഇതിന് വലിയധികം ചെയ്യാനൊന്നുമില്ല, വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, എന്നാലും ഈ വേദന ഇങ്ങനെ നിലനിൽക്കുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നല്ല നല്ല ഡോക്ടർമാർ, ഇന്ത്യയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെയൊക്കെ കണ്ടതാണ്. ഒന്ന് മംഗലാപുരത്തെ ശാന്താറാം ഷെഡ്ഡി, ഇൻ്റർനാഷണൽ ഫിഗറാണ്. പുള്ളിയൊക്കെ എന്നെ കൈവിട്ടതാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഈശോ കൈവിട്ടില്ല, ഡോക്ടർ കൈവിട്ടു, ഈശോ കൈവിട്ടില്ല. എല്ലാവരും പറഞ്ഞേ, ഡോക്ടർ കൈവിട്ടു, ഈശോ കൈവിട്ടില്ല. ഭാരതകരം എഴുത്തി പിടിച്ച് പറഞ്ഞേ, ഡോക്ടർ കൈവിട്ടു, ഈശോ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോഴേ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഈ മെസ്സേജ് കിട്ടിക്കൊണ്ടിരുന്നു. കുമ്പസാരം കഴിയുമ്പോഴേക്കും എനിക്ക് ഹീലിംഗ് തുടങ്ങുകയാണല്ലോ. അച്ഛൻ്റെ ഉള്ളിൽ ആഴമായൊരു വിശ്വാസമുണ്ട്, സൗഖ്യം കിട്ടും എന്നാ വിശ്വാസമുണ്ട്. അപ്പം കുമ്പസാരം കഴിയുന്നതോടെ ഹീലിങ്ങിലേക്ക് പൂർണ്ണമായിട്ടാകുമെന്ന് അച്ഛന് ബോധ്യമുണ്ടായിരുന്നു. ഇന്നലെ വേണ്ടത്തെ കുർബാനയുടെ സമയത്ത് ശക്തമായൊരു ദൈവശക്തിയുടെ അനുഭവം ശരീരത്തിൽ അനുഭവപ്പെട്ടു അച്ഛന്. അതെ, മൊത്തം സമയം ഞാൻ വേർത്താകെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, അത് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞപ്പം കുർബാന കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിയനൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വിരൽ അങ്ങ് നിർന്നു, വേദന അങ്ങ് മാറിയതായിട്ട് മൊത്തമായിട്ട്. അച്ഛൻ ഫ്രീ ആയി, മൊത്തം വേദനയിൽ ഒരു കുഴപ്പമില്ല. ഇച്ചിരി ക്യാച്ചിങ് പോലെയുണ്ട്. അതാ ഇത്രയും വർഷമായിട്ട് കുനിയാതിരിക്കുന്നതിൻ്റെ ശരിക്കും അതിൻ്റെ. അച്ഛൻ കാലൊക്കെ ഒന്ന് വലിച്ചൊന്ന് കുടഞ്ഞ് ഒന്ന് തിരിക്കാം അച്ഛന്. ഞാനിവിടെ നിന്ന് തട്ടിക്കോട്ടെ അച്ഛൻ്റെ. അല്ലെങ്കിൽ അച്ഛൻ ഒന്ന് കുനിഞ്ഞ് കാണിക്കുക, കുനിച്ച് പുറകോട്ടൊക്കെ നമ്മൾ നടുമിന്നും ഇങ്ങനെയൊക്കെ ചെയ്ത നേരത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ നടുവിന് മിന്നത്തില്ല. അച്ഛൻ കുനിഞ്ഞു, എത്ര വേണേലും കുനിഞ്ഞു അച്ഛാ. ഹല്ലേലൂയ. പുറകോട്ടൊന്ന് വളഞ്ഞു വെച്ചു. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് നമുക്ക് കർത്താൻ നന്ദി പറയാം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും